സിത്താര കടം വാങ്ങാൻ ശ്രമിച്ചത് നിന്റെ യൗവനമാണ്, നിന്റെ മനസ്സാണ്. അതുകൊണ്ടാ ഇതിങ്ങനെയൊക്കെ വന്ന് അവസാനിച്ചത്. ഇനിയിപ്പോ മോള് വേറെ ഒന്നും ആലോചിക്കണ്ട. മുത്തശ്ശി, എന്തു പറ്റി മുത്തശ്ശി? ഒന്നുമില്ല മോളെ, നന്ദിയും കടപ്പാടും പറഞ്ഞിട്ടും അങ്ങ് തീരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ, നവീന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ എത്ര ശ്രമിച്ചതാ മോള്. പക്ഷേ നവീൻ താലി ചാർത്തിയതും സത്യസന്ധമായി സ്നേഹിച്ചതും നിന്നെ തന്നെയാ. നിങ്ങൾ ഒന്നിച്ചുള്ള ജീവിതമേ ശാശ്വതമാവൂ എന്ന് എത്ര പൂജാരിമാരാ പറഞ്ഞത്. എന്നിട്ടും ചിലര് വിശ്വസിച്ചു നിങ്ങളെ തമ്മിൽ അകറ്റാൻ പറ്റും, നിന്റെ സ്ഥാനത്ത് മറ്റൊരാൾക്ക് കയറിയിരിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ ദൈവങ്ങൾ സമ്മതിച്ചു കൊടുക്കണ്ടേ? നവീൻ നിന്റെ കഴുത്തിൽ താലി വെച്ച സമയത്ത് അനുഗ്രഹങ്ങളുമായി കൂടെ നിന്ന ദൈവങ്ങള് ആ കൈ എടുക്കാതെ കാത്തു. ഒരർത്ഥത്തില് ഇത് തെറ്റാണ് മുത്തശ്ശി, വളരെ വലിയ തെറ്റ്. ഏയ്, അങ്ങനെയൊന്നും എന്റെ കുട്ടി സ്വയം കുറ്റപ്പെടുത്തണ്ട. കുറ്റം തന്നെയാ, എനിക്കത് നന്നായിട്ട് മനസ്സിലാവും. ഇനി ഇപ്പൊ നവീൻ വരും, ഈ വിവരങ്ങളൊക്കെ അറിയും. നവീൻ എന്റെ അടുത്തേക്ക് ഓടി വരുന്നത് കൃഷ്ണയെന്ന് വിളിച്ചോണ്ടല്ല, ഗാഥയെന്ന് വിളിച്ചിട്ടാ. ഞാൻ ആരാണെന്ന് അറിയാതെയുള്ളൊരു സ്നേഹം, അതല്ലേ സത്യത്തില്. ആരും അവനോട് ഇതുവരെ പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. ഞാനോ നന്ദനോ അവനോട് ഇങ്ങനൊരു കാര്യം പറയാമെങ്കില് അവൻ നിന്നെ തള്ളിക്കളയുന്നാണോ നീ വിചാരിക്കുന്നേ? അവൻ കൂടുതൽ ചേർത്ത് പിടിക്കുകയുള്ളൂ. അതോടെ ഗാഥ, സിത്താര എന്ന 2 പേര് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. സിത്താര മേഡത്തോട് ഞാൻ കാണിച്ചത് തെറ്റാണ്. അല്ല മോളെ, സിത്താര ചെയ്തതാ തെറ്റ്. സിത്താര കടം വാങ്ങാൻ ശ്രമിച്ചത് നിന്റെ യൗവനമാണ്, നിന്റെ മനസ്സാണ്. അതുകൊണ്ടാ ഇതിങ്ങനെയൊക്കെ വന്ന് അവസാനിച്ചത്. ഇനിയിപ്പോ മോള് വേറെ ഒന്നും ആലോചിക്കണ്ട. മോളും നവീനും, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. ഒന്ന് മനസ്സ് നിറഞ്ഞ് ചിരിക്കെന്റെ കുട്ടിയെ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യവും ഐശ്വര്യവും എന്നൊക്കെ പറയുന്നതേ അമ്മയ്ക്കുണ്ടാവുന്ന സന്തോഷമാണെന്നേ. കേട്ടല്ലോ? മോളെ, ഇനി പാല്. ഇത്രയും പോരേമ്മേ? മതി. എന്നും കൃത്യമായിട്ട് കൊടുക്കണം. ഈ ഡോക്ടർമാരുടെ അടുത്ത് പോയാ അവര് ഗർഭകാല ചികിത്സാന്നും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ചിലരൊക്കെ ആത്മാർത്ഥമായിട്ട് അത് കേൾക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ തറവാട്ടിൽ നമ്മുടേതായ രീതികളുണ്ട്. അതൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത്. 1 മാസം കഴിയുമ്പോ
വൈദ്യർക്കൊന്ന് ആളെ വെച്ചാ അദ്ദേഹം വരും. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് വെച്ചാ എഴുതിത്തരും. കഷായോ ലേഹ്യോ ഒക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കില് അതിവിടെ തന്നെ മതി. അല്ലാതെ ഒരിടത്തൊന്നും അത് ചെയ്തോണ്ട് വരണ്ട. എന്താണെന്ന് വെച്ചാ അമ്മ തീരുമാനിച്ചു. ഞാനത് അതുപോലെ ചെയ്തോളാം. ശരി. കളരിക്കൽ കുടുംബത്തിന്റെ നാഗശാപത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന നാട്ടുകാര് ഇനി നാവ് നിറയെ പറയാൻ പോകുന്നത് കളരിക്കല് പുതിയൊരു ഉണ്ണി ജനിക്കുന്ന കാര്യമായിരിക്കും. കുടുംബക്കാരനവരുടെ അഭിമാനം അങ്ങനെ തന്നെയുണ്ട് അമ്മയുടെ മുഖത്ത്. പിന്നെ ഉണ്ടാവില്ലേ? ഗാഥ, എന്താ അമ്മേ. അമ്മ പറഞ്ഞാ മതി. അമ്മേ, ഗാഥ എവിടെ? അം- എന്താ അമ്മേ, ഗാഥയ്ക്ക് എന്താ ചെറിയ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞത്? നീ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാ ഞാൻ ചെറിയ കുഴപ്പമെന്ന് പറഞ്ഞ്. ചെറുതല്ല, കുഴപ്പം വലുതാ. അമ്മ കാര്യം പറയും. എന്നിട്ട് ഗാഥ എവിടെ? മോൾ അവിടെ എവിടെയെങ്കിലും കാണും. നീ മോളുടെ അടുത്ത് ചെന്നിരിക്കെ. എന്നിട്ട് മോളോട് പറഞ്ഞാ മതി അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ വന്നൂന്ന്. എന്താ? മനസ്സിലായില്ലേടാ? അത് തന്നെ. അച്ഛനും അമ്മയും ആവാൻ പോവാ രണ്ടുപേരും.